നടി ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ ശേഷം ജാമ്യം ലഭിച്ച ബോബി ചെമ്മണ്ണൂരിന്റെ സ്ഥാപനങ്ങളിൽ ഇഡി അന്വേഷണം ശക്തമാക്കി. ഫിജി കാർട്ടിന്റെ തൃശൂർ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ ഇഡി നിരവധി രേഖകൾ പിടിച്ചെടുത്തു. ഫിജി കാർട്ട് വഴി പണം വിദേശത്ത് കടത്തിയതായാണ് ഇഡിയുടെ വിലയിരുത്തൽ. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, ബോബി ചെമ്മണ്ണൂരിനെ പിടിമുറുക്കാൻ തന്നെയാണോ ഇഡി നീക്കം? സ്വാതി അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ബോബിയുടെ സ്ഥാപനങ്ങളെ വിടാതെ തന്നെ ഇഡി പിറകെ കൂടിയിരിക്കുകയാണ്. ഫിജി കാർട്ട് തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം തന്നെയാണ്. ഫിജി കാർട്ടിൻ്റെ തൃശൂർ ഓഫീസിലായിരുന്നു കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ നിരവധി രേഖകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തൽ അല്ലെങ്കിൽ വിലയിരുത്തൽ എന്ന് പറയുന്നത് ഈ ഫിജി കാർട്ട് വഴി വിദേശത്തേക്ക് പണം കടത്തി എന്നുള്ളത് തന്നെയാണ്. ആ പണം, അതായത് കള്ളപ്പണം വെളുപ്പിക്കുന്ന സമാനമായ രീതിയിൽ വിദേശത്തേക്ക് ഫിജി കാർട്ട് വഴി പണം കടത്തി എന്നുള്ളൊരു കണ്ടെത്തൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിലയിരുത്തലിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിച്ചേർന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഫിജി കാർട്ടിന്റെ ഓഫീസിൽ പരിശോധന നടത്തുകയും നിരവധി രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തത്. മാത്രമല്ല, ഫിജി കാർട്ടിന്റെ ലീഡർമാരെ ചോദ്യം ചെയ്യാനും ഇഡി തീരുമാനിച്ചിട്ടുണ്ട്. നിരവധി ലീഡർമാർക്ക് നോട്ടീസ് നൽകാൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. മുൻപ് ലീഡർമാരെ ചോദ്യം ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരിൽ നിന്ന് മൊഴിയെല്ലാം എടുത്തിരുന്നു. അതുകൂടാതെ ഒരിക്കൽ കൂടി ഇവരേക്ക് ചോദ്യം ചെയ്യാൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ബോബി ചെമ്മണ്ണൂരിന്റെ സൊസൈറ്റിയിലും ക്രെഡിറ്റ് സൊസൈറ്റിയിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന ശക്തമാക്കിയിരുന്നു. അത് സംബന്ധിച്ചുള്ള രേഖകൾ നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തിട്ടുള്ളതാണ്. കൂടുതൽ പരിശോധനകൾ ക്രെഡിറ്റ് സൊസൈറ്റി കേന്ദ്രീകരിച്ചും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നുണ്ട്. എന്തായാലും ഇഡി പരിശോധന ശക്തമായ ഒരു സാഹചര്യത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ഈ സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ അന്വേഷണം തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകളും കൂടുതൽ ചോദ്യം ചെയ്യലുകളും ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുക. സ്വാതി. ശരി സഹിൻ.